ഹായ് ഓൾ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മത്തി ഫ്രൈൻ്റെ റെസിപ്പി ആയിട്ടാണ്. പച്ചമുളക് അരച്ചുകൊണ്ടുള്ളൊരു മസാലയാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. തനി നാടൻ രീതിയിലുണ്ടാക്കിയ ഈ മത്തി ഫ്രൈ ചോറിൻ്റെ കൂടെ കിടിലൻ കോമ്പിനേഷനാണ്. അപ്പോൾ നല്ല ഗ്രീൻ മസാലയിലുണ്ടാക്കിയ മത്തി ഫ്രൈയുടെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഇതൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചെറിയ മത്തിയാണ്. ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് ഈ മസാലക്കുള്ള ഐറ്റംസൊക്കെ ഒന്ന് അരച്ചെടുക്കാം. അതിനായിട്ട് അവിടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഈ മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് ചെറിയുള്ളിനെ ആഡ് ചെയ്ത് കൊടുക്കാം. ചെറിയുള്ളി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ. പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി. ഞാനിവിടെ 5 പച്ചമുളകാണ് എടുത്തത്. എരിവിനനുസരിച്ച് നിങ്ങൾക്കത് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഒരു കൈപ്പിടി കറിവേപ്പില കൂടി എടുക്കാം. മല്ലിയിലുണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്യാം കേട്ടോ കുറച്ച്. ഇനി ഇതിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ കുരുമുളകാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ വലിയ ജീരകമാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ലപോലെ പേസ്റ്റ് ആക്കിയിട്ടെടുക്കണം. ഈ മസാല മിക്സിനെ നമുക്കൊരു ബൗളിലോട്ടേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീരും കൂടി ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കണം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് മിക്സിയുടെ ജാറ് വാഷ് ചെയ്ത വാട്ടറാണ്. ഇനി ഇത് നല്ല സ്മൂത്ത് പേസ്റ്റ് ആവുന്ന വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇനി നമുക്ക് ഫിഷൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്യാം. ഫുള്ള് മസാലയിലും മാരിനേറ്റ് ചെയ്യേണ്ടേ. ഒരു പകുതി മസാല നമുക്ക് അവിടെ കീപ്പ് ചെയ്യണം കേട്ടോ. പറയാൻ വിട്ടുപോയതാണ്, മത്തീനെ നല്ലപോലെ വരഞ്ഞു കൊടുക്കണേ. എന്നാലാണ് മസാലയൊക്കെ നല്ലപോലെ ഇതിൽ പിടിച്ച് കിട്ടുക. എല്ലാ മത്തി ഇതുപോലെ എടുത്തിട്ട് നല്ലപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്യണം കേട്ടോ. ഞാനിവിടെ എല്ലാ മത്തിയും നല്ലപോലെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനൊരു മിനിമം 1/2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണേ. ഇത്ര മസാല ഇവിടെ ബാക്കിയായിട്ടുണ്ട്, അതിനവിടെ മാറ്റി വെക്കും കേട്ടോ, നമുക്ക് ആവശ്യമുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ പാന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പാന് ചൂടാകുമ്പോൾ ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇതിന് വെളിച്ചെണ്ണ എണ്ണ യൂസ് ചെയ്യണം, അപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. ഈ എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇച്ചിരി മൈദ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ മൈദ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ ഫിഷ് ഈ പാനിലോട്ട് പിടിക്കില്ല കേട്ടോ. നിങ്ങളിനി ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക് കേട്ടോ. എണ്ണയൊക്കെ ഇപ്പം നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത ഫിഷ് ഇതിലോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു 3 to 5 മിനിറ്റ് ഒരു സൈഡ് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊരു 2 to 4 മിനിറ്റ് ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. ഇതിപ്പോൾ 2 സൈഡും നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിൽ നിന്ന് റിമൂവ് ചെയ്യാം. ഇനി നമുക്ക് ഇത് കോട്ട് ചെയ്യാനുള്ള മസാല പ്രിപ്പയർ ചെയ്യണം. അതിനായിട്ട് ഞാൻ സെയിം പാനിൽ തന്നെയാണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഓയിൽ നല്ലപോലെ ചൂടാകുമ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല ബാക്കി മസാല, അത് നമുക്ക് ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് പച്ചമണം മാറി ഇതിൻ്റെ എണ്ണ തെളിയുന്നവരെ നല്ലപോലെ വഴറ്റി കൊടുക്കാം. ഇതിപ്പോൾ നല്ലപോലെ വഴന്ന് ഇതിൽ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത ഫിഷിന് ഇട്ട് കൊടുക്കാം. ഞാൻ ഫ്രൈ ചെയ്ത എല്ലാ ഫിഷ് ഇതിലിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് എല്ലായിടത്തും മസാല എത്തുന്ന തരത്തിൽ കോട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ കണ്ടില്ലേ, ഈ മസാലയൊക്കെ ഫിഷ് നല്ലപോലെ പിടിച്ചിട്ടുണ്ട്.
ഇനി നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്യാം. ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഈ ഒരു മസാലയും ഈ ഒരു മത്തി വറുത്തതും മാത്രം മതി. അത്രയ്ക്കും ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള സ്പെഷ്യൽ മസാലയിൽ വറുത്ത മത്തി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ പറയണേ. ചാനൽ ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തും സബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.